ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളിലെ 7ാമത്തെ ഭാഗമാണ്. അതായത് നമ്മൾ പേജ് നമ്പർ 267 ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. 1ഉം 2ഉം ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. 3ാമത്തെ ചോദ്യം തൊട്ട് നമുക്കിപ്പോൾ ചെയ്യാം. 3ാമത്തെ ചോദ്യം ഇതാണ്: എ കോണിക്കൽ ഫയർ വർക്ക് ഈസ് ഓഫ് ബേസ് ഡയമീറ്റർ 10 centimeters and height 12 centimeters. 10,000 such fireworks are to be wrapped in a color paper. The price of the color paper is 2 rupees per square meter. What is the total cost? അപ്പോൾ ഇവിടെ പടക്കമാണ്. അതിൻ്റെ ഷേപ്പ് എന്താണ്? ഒരു വൃത്തസ്തൂപിക ആണ്. അതിൻ്റെ പാദത്തിൻ്റെ വ്യാസമാണ് തന്നിരിക്കുന്ന 10 സെന്റിമീറ്റർ, അതിൻ്റെ ഉയരം 12 സെന്റിമീറ്ററാണ് തന്നിരിക്കുന്നത്. അത്തരം 10,000 പടക്കങ്ങളുണ്ട് അല്ലെ. അതിനെ കളർ പേപ്പർ വെച്ചിട്ട് പൊതിയണം. ആ പൊതിയുന്ന കളർ പേപ്പറിന് ഒരു സ്ക്വയർ മീറ്ററിന്, ഒരു ചതുരശ്ര മീറ്ററിനാണ് 2 രൂപ. നമുക്ക് തന്നിരിക്കുന്ന അളവുകളെല്ലാം സെന്റിമീറ്ററിലാണ്. പാദത്തിന്റെ വ്യാസവും ഉയരവും ഒക്കെ തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ചതുരശ്ര മീറ്ററിന്, ഒരു സ്ക്വയർ മീറ്ററിനാണ് 2 രൂപ. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ ചിലവാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മളോട് സർഫസ് ഏരിയ ആണോ, കർവ്ഡ് സർഫസ് ഏരിയ ആണോ, വോളിയം ആണോ കാണേണ്ടതെന്നൊന്നും പറയുകയല്ല. നമ്മൾ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതായത് പേപ്പർ പൊതിയുന്നത് പുറത്താണല്ലോ അല്ലെ. പൊതിയുക എന്ന് പറയുമ്പോൾ അത് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. ഇവിടെ എല്ലാ സൈഡും പൊതിയുന്നുണ്ട്. അതായത് കർവ്ഡ് സർഫസും ബേസും, വക്രതലവും പാദവും രണ്ടും പൊതിയുന്നുണ്ട്. അതുകൊണ്ട് ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. ഇപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. പക്ഷെ എൽ ഇവിടെ തന്നിട്ടില്ല. എൽ ഇതാണ്. എച്ച് എത്രയാണ്? ഇത് 12 ആണെന്നും തന്നിട്ടുണ്ട്. പിന്നെ ഇത് 6 റേഡിയസ് ആണ്, ആരമാണ്. അതായത് ഡയമീറ്ററിന്റെ പകുതി, വ്യാസത്തിന്റെ പകുതി, 10ന്റെ പകുതി 5 ആണ്. ഇപ്പൊ പൈതഗോറസ് തത്വം ഉപയോഗിച്ചിട്ട് നമുക്ക് എൽ കണ്ടുപിടിക്കാം. കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് ആണ് എൽ. എൽ സ്ക്വയർ ഈക്വൽ ടു 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പൊ 12 സ്ക്വയർ 144 ആണ്, 5 സ്ക്വയർ 25 ആണ്. ഇപ്പൊ 169 എന്ന് കിട്ടി. അതായത് എൽ ഈക്വൽ ടു റൂട്ട് ഓഫ് 169, അതായത് 13 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് ഒരു കോണിന്റെയാണ്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 1 കോൺ. എന്തിനാ ഇങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 10,000 കോണുകളുണ്ട് അല്ലെ. ഒരു വൃത്തസ്തൂപികയുടെ പരപ്പളവ്. ഇപ്പൊ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ. അതായത് കേർവ്ഡ് സർഫസും വേണം, ബേസും വേണം അല്ലെ. ഇപ്പൊ പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 പ്ലസ് എൽ 13 കിട്ടിയല്ലോ, ഈക്വൽ ടു പൈ ഇൻറ്റു 5 ഇൻറ്റു 13 5 18. അപ്പൊ 18നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 90 പൈ എന്ന് കിട്ടി. ഇതെന്താണ്? ഒരു കോണിന്റെ പരപ്പളവ്, ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ സ്ക്വയർ സെന്റിമീറ്റർ. അങ്ങനെ എത്ര കോൺ നമുക്ക് വേണം? 10,000 കോണുകൾ വേണം. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 10,000 കോൺസ്. അത്രയും പടക്കങ്ങൾ ഉണ്ടല്ലോ അല്ലെ. 10,000 വൃത്തസ്തൂപികകളുടെ ഇപ്പൊ ഒരെണ്ണത്തിന്റെ അറിയാമെങ്കിൽ 10,000ന്റെ കാണാൻ വേണ്ടി 10,000 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. അപ്പൊ 10,000 ഇൻറ്റു 90 പൈ ഈക്വൽ ടു എത്ര സീറോസ് വരും? ഇവിടെ 4 പൂജ്യം ഉണ്ട്, ഇവിടെ ഒരെണ്ണം. അപ്പൊ 5 പൂജ്യം വരും. ഇത്രയും പൈ സ്ക്വയർ സെന്റിമീറ്റർ. ഇനി ഇതിനു മുമ്പ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. അതായത് എങ്ങനെയാണ് സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുന്നത്, സ്ക്വയർ സെന്റിമീറ്ററിനെ സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അതായത് നമുക്കറിയാം 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ അല്ലെ. അപ്പോൾ
100 ഗുണം 100, 100 സെന്റിമീറ്റർ ഇൻറ്റു 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാലോ 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ. ഈ 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ അല്ലേ 1 സ്ക്വയർ മീറ്റർ അല്ലേ, 1 സ്ക്വയർ മീറ്റർ. ഈ 100 സെന്റിമീറ്റർ ഇൻറ്റു 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും? 4 പൂജ്യം വരും അല്ലേ. അത്രയും സ്ക്വയർ സെന്റിമീറ്റർ ആണ് 1 സ്ക്വയർ മീറ്റർ. നമുക്ക് അങ്ങനാണെങ്കിൽ ഒരെണ്ണത്തിന്റെ അറിയാമെങ്കിലാണല്ലോ ഇത്രയത്തിന്റെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പോൾ 1 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര വരും? 1 ഇത്രയും 10,000 സ്ക്വയർ മീറ്റർ അല്ലേ അല്ലെ. അതായത് ഈ ഗുണിച്ചിരിക്കുന്നതിന് ഇപ്പുറത്തോട്ട് ഉണ്ടെന്നപ്പോൾ ഹരണമായി. ഇനി എത്ര സ്ക്വയർ സെന്റിമീറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ? ഇത്രയും പൈ അല്ലെ. ഇപ്പൊ 9 ലാക്ക്. ഇപ്പൊ ഒരെണ്ണത്തെ അറിയാമെങ്കിൽ വലുത് കണ്ടുപിടിക്കാൻ വേണ്ടി ഗുണിക്കണം. അപ്പൊ 9,000,000 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഈ നമ്പറിന് 1/10,000 ഈ 9 ലാക്ക് കൊണ്ട് ഗുണിക്കണം. അപ്പൊ 1/10,000 ഈ 9 ലാക്ക് കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്ര സീറോസ് കട്ട് ചെയ്യാം? 4 സീറോസ് കട്ട് ചെയ്യാം. ബാക്കി എത്ര ഉണ്ട്? 90 പൈയും ഉണ്ട് ഇവിടെ. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 90 പൈ സ്ക്വയർ മീറ്റർ എന്ന് കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ കയ്യിൽ ആകെ 90 പൈ സ്ക്വയർ മീറ്റർ ആണ് ആകെ വൃത്തസ്തൂപികളുടെ പരപ്പളവ്. അതായത് 10,000 വൃത്തസ്തൂപികളുടെ പരപ്പളവാണ് 90 പൈ സ്ക്വയർ മീറ്റർ. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ സെന്റിമീറ്റർ ആയിരുന്നു, അതിനെ മീറ്ററിലേക്ക് മാറ്റി. ഇനി നമുക്കറിയാവുന്ന എന്താണ്? 1 സ്ക്വയർ മീറ്ററിന് 2 രൂപയാണെങ്കിൽ ഇത്രയും സ്ക്വയർ മീറ്ററിന് എത്ര രൂപയാണെന്ന് കൂടെ കണ്ടുപിടിക്കണം. കോസ്റ്റ് ഫോർ 1 സ്ക്വയർ മീറ്റർ എത്ര രൂപയാണ്? 2 രൂപ. ഒരു ചതുരശ്ര മീറ്ററിന്റെ ചിലവ് 2 രൂപ. അങ്ങനാണെങ്കിൽ 90 പൈ സ്ക്വയർ മീറ്ററിന്റെ കോസ്റ്റ് ഫോർ 90 പൈ സ്ക്വയർ മീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു 90 പൈ. മനസ്സിലായോ? 2 ഇൻറ്റു 90 പൈ എന്ന് പറയുമ്പോൾ 180 പൈ. ഇത്രയും രൂപയല്ലേ. നമുക്ക് പൈയിൽ രൂപ എഴുതുവോ? ഇല്ല. അപ്പോൾ അതിന് പൈയുടെ വില ഇട്ട് കൊടുക്കണം. അതായത് 180 ഇൻറ്റു പൈയുടെ വില 3.14 ആണ്. അത് നമുക്ക് ഗുണിച്ച് കണ്ടുപിടിക്കണം. ഇപ്പൊ ദശാംശ സംഖ്യയെ ദശാംശം ഇല്ലാതെ എടുക്കുക. ഇനി 180നെ 18 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നിട്ട് ഒരു 0 ഇട്ടാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ആ 0 ആദ്യം എഴുതാം. ഇനി ഇത് തമ്മിൽ ഗുണിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 5652 എന്ന് കിട്ടി. ഇവിടെ ദശാംശത്തിന് ശേഷം 2 അക്കം ഉള്ളതുകൊണ്ട് ഇവിടെ ദശാംശത്തിന് ശേഷം ഡെസിമലിന് ശേഷം 2 നമ്പർ വേണം. അപ്പൊ എത്ര രൂപയായി? 565.20 രൂപ ചെലവായി. അപ്പൊ ആകെ ചിലവ് ഈക്വൽ ടു 565.20 എന്ന് എഴുതാവല്ലോ, റുപ്പീസ് എന്ന് എഴുതാവല്ലോ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് ഫോർ എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ ദ ഏരിയ ഓഫ് ദി കർവ്ഡ് സർഫസ് ഈസ് ട്വൈസ് ദ ബേസ് ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ അർദ്ധവൃത്തമാണ്. അതുകൊണ്ട് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് പാദ പരപ്പളവിൻ്റെ 2 മടങ്ങാണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നമുക്കറിയാം വൃത്തസ്തൂപിക അഥവാ കോണിന്റെ ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവ് എന്താണ്? സമവാക്യം എന്താണ്? പൈ ആർ സ്ക്വയർ. ആർ എന്താണ്? പാദത്തിന്റെ ആരം അഥവാ റേഡിയസ്. ഇനി കർവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവ് എങ്ങനെയാ കാണുന്നത്? ഇത് തമ്മിലുള്ള റിലേഷൻ ആണല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വക്രതല പരപ്പളവ് അഥവാ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ എൽ ആണ് അല്ലെ. പിന്നെ നമുക്കറിയാം ഇതിലെ കോണിന്റെ അളവ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അർദ്ധവൃത്തമാണ്. നമുക്ക് ഈ എൽ എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്. ഈ വലിയ വൃത്തത്തിന്റെ റേഡിയസ് 6 ആണ് അഥവാ എൽ. അതാണ് സ്ലാൻ ഹൈറ്റ് അഥവാ ചരിവ് ഉയരമായിട്ട് വരുന്നത്. അത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമുക്കറിയാവുന്ന സമവാക്യം എന്താണ്? R/R ഈക്വൽ ടു X/360 അല്ലെ. അല്ലെങ്കിൽ R/L ഈക്വൽ ടു
എക്സ് എന്ന് പറയുന്നത് 180 ബൈ 360. അപ്പോൾ അതെന്ന് പറയുന്നത് R/L = 1/2 ആണല്ലോ. അപ്പോൾ L എങ്ങനെയാണ് കാണുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L × 1 എന്ന് പറയുന്നത് L = 2 × R 2R അല്ലേ. അപ്പോൾ L = 2R നമുക്ക് ഇവിടെ കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ പൈ × R × L പകരം 2R എന്ന് എഴുതാം. അപ്പോൾ ഇതെന്താണ് 2π R × R² ആണല്ലോ അല്ലേ. ഈ πr² എന്താണ്? ഈ πr² മാത്രം നോക്കിക്കേ. πr² എന്താണ്? ബേസ് ഏരിയ ആണ്, പാദ പരപ്പളവാണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്തെഴുതാം? 2 × ബേസ് ഏരിയ എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ എന്തെഴുതാം? 2 × പാദ പരപ്പളവ് എന്ന് എഴുതാം. അതിന്റെ അർത്ഥം എന്താ? വക്രതല പരപ്പളവ് സമം 2 × പാദപരപ്പളവ്, അല്ലെങ്കിൽ പാദപരപ്പളവിന്റെ 2 മടങ്ങാണ്, ട്വൈസ് ദ ബേസ് ഏരിയ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ എല്ലാ ചോദ്യങ്ങളും മനസ്സിലായല്ലോ. ഇനി നമുക്ക് വോളിയം ഓഫ് എ കോൺ അഥവാ വൃത്തസ്തൂപികയുടെ വ്യാപ്തം എന്താണെന്ന് നോക്കാം. നമുക്ക് ഏത് സ്തൂപികയാണെങ്കിലും ഏത് പിരമിഡ് ആണെങ്കിലും നമുക്കറിയാം വോളിയം അഥവാ വ്യാപ്തം V = 1/3 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. വൺ ബൈ 3 പാദ പരപ്പളവ് ഗുണം ഉയരമാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ പാദ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വോളിയം ഓഫ് കോൺ ആണ് അല്ലെ. അപ്പൊ 1/3 × പാദ പരപ്പളവ് അഥവാ ബേസ് ഏരിയ എന്ന് പറയുന്ന πr² ആണ്, ഹൈറ്റ് h ആണ്. അപ്പൊ വോളിയം ഓഫ് കോൺ = 1/3 πr² h. ഈ സമവാക്യം ഓർത്തിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആണെങ്കിലും ചെയ്യാം. ഇതാകുമ്പോൾ കോമൺ ആയിട്ടുള്ള സമവാക്യമാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും പാദത്തിന്റെ ഷേപ്പ് അനുസരിച്ച് അവിടെ ഏരിയ ഇട്ട് കൊടുത്താൽ മതി, എച്ച് മാറുന്നില്ല. ഇനി നമുക്ക് പേജ് നമ്പർ 268 ചോദ്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ് ആർ 15 cm and 40 cm. What is the volume of the largest cone that can be carved out of this? അതായത് ഒരു സ്തംഭം, വൃത്തസ്തംഭമാണ്, തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വൃത്തസ്തംഭമാണ് ഉള്ളത്. അതിൽ നിന്നും ഏറ്റവും വലിപ്പത്തിൽ തന്നെ ഒരു വൃത്തസ്തൂപിക മുറിച്ചെടുക്കണം. അപ്പോൾ ആ വൃത്തസ്തൂപികയുടെ ആരവും, അതായത് പാദത്തിന്റെ ആരവും വൃത്തസ്തംഭത്തിന്റെ പാദത്തിന്റെ ആരവും സെയിം ആയിട്ട് തന്നെ എടുത്താൽ നമുക്ക് ഏറ്റവും വലുതെടുക്കാം. പിന്നെ ഉയരവും അതേപോലെ വൃത്തസ്തംഭത്തിന്റെ ഉയരം തന്നെ വൃത്തസ്തൂപികയ്ക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ വൃത്തസ്തൂപികയെ മുറിച്ചെടുക്കാൻ സാധിക്കും. അതായത് ഒരു സിലിണ്ടറിൽ നിന്നാണ് കോൺ മുറിച്ചെടുക്കുന്നത് അല്ലെ. ആ സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് തന്നെ എടുത്തുകൊണ്ട് കോണിനും എടുക്കുക. അതേപോലെ സിലിണ്ടറിന്റെ ഹൈറ്റ് എത്രയാണോ അതേ ഹൈറ്റിൽ തന്നെ കോണിനെയും കോണിന്റെ ഹൈറ്റ് വരുന്ന രീതിയിൽ കോണിനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ കോണിനെ കാർഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് തന്നിരിക്കുന്ന 15 cm, ഹൈറ്റ് 40 cm ആണ്. അതേ റേഡിയസും ഹൈറ്റും തന്നെ ആയിട്ട് നമ്മൾ കോണിന്റെ റേഡിയസ് ആയിട്ടും കോണിന്റെ ഹൈറ്റ് ആയിട്ടും എടുക്കണം. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? അപ്പോൾ കിട്ടുന്ന ആ കോണിന്റെ വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. ആ വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആരം 15 cm തന്നിട്ടുണ്ട്, ഉയരം 40 cm തന്നിട്ടുണ്ട് അല്ലെ. ആറും ഹെച്ചും നമുക്കറിയാം, വ്യാപ്തം കണ്ടാൽ മതി. വോളിയം ഓഫ് എ കോൺ അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് 1/3 πr² h ആണ്. അപ്പോൾ 1/3 π × ആറിന് പകരം 15² × ഹെച്ചിന് പകരം 40. അപ്പോൾ 1/3 π 15² എന്ന് പറഞ്ഞാൽ 15 × 15 × 40 ആണല്ലോ. ഈ 15നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 5 വരുമല്ലോ. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? π × 5 × 15 × 40. ഇത് ഗുണിക്കുമ്പം 5 × 4 20, 200 × 15 എന്ന് പറയുന്നത് 3000 π. ഇവിടെ വോളിയം അഥവാ വ്യാപ്തമായതുകൊണ്ട് ക്യൂബിക് സെന്റിമീറ്ററിലാണ് ഉത്തരം കിട്ടുന്നത്.
അപ്പോൾ വ്യാപ്തം എത്ര വന്നു? 3000 പൈ ഘന സെന്റിമീറ്റർ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോളിഡ് മെറ്റൽ സിലിണ്ടർ ആർ 12 സെന്റിമീറ്റർ ആൻഡ് 20 centimeters. By melting it and recasting, how many cones of base radius 4 centimeters and height 5 centimeters can be made? അതായത് 12 സെന്റിമീറ്റർ പാദ ആരവും ഉയരം 20 സെന്റിമീറ്ററുമായിട്ടുള്ള ഒരു വൃത്തസ്തംഭമാണ്. ആ വൃത്തസ്തംഭത്തിനെ ഉരുക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോണുകളാക്കുന്നുണ്ട്. അത് എത്ര കോണുകൾ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ കോണിന്റെ പാദത്തിന്റെ ആരം 4 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്റർ ആകുകയും വേണം. അങ്ങനെ എത്ര കോൺ ഉണ്ടാക്കാം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു സിലിണ്ടറിനെ ഉരുക്കി കോൺ ഉണ്ടാക്കുന്നു, വൃത്തസ്തംഭത്തിനെ ഉരുക്കി വൃത്തസ്തൂപികകൾ ഉണ്ടാക്കുക. കൂടുതൽ എണ്ണം ഉണ്ട്, ഞാൻ ഇവിടെ ഒരെണ്ണേ വരച്ചിട്ടുള്ളൂ. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിന്റെയും പാദത്തിന്റെ ആരവും ഉയരവും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടിടത്തും 6h എന്ന് കൊടുത്താൽ രണ്ടും കൂടെ മാറിപ്പോവും അല്ലെ. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും വേറെ വേറെ വ്യാപ്തം കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ വ്യാപ്തം അഥവാ വി കാണാൻ, അതായത് വോളിയം ഓഫ് സിലിണ്ടർ ആണ് കാണുന്നത്. അപ്പോൾ അതിന്റെ സമവാക്യം എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് അല്ലെ. ഇപ്പൊ ഈക്വൽ ടു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് 12 ആണ്. 12 സ്ക്വയർ വന്നുകൊണ്ട് 12 ഗുണം 12 ഇൻറ്റു 20 അല്ലെ. ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇവിടെയും വ്യാപ്തം നമുക്ക് കാണാം. വോളിയം ഓഫ് കോൺ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി കോണിന്റെ വ്യാപ്തം, സിലിണ്ടറിന്റെ വ്യാപ്തം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവിടെ 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ ഇവിടെ 4 ആണ്. 4 ഗുണം 4 ഗുണം 5. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമുക്ക് ഇവിടെ എത്ര കോണുകൾ വേണം കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്പർ ഓഫ് കോൺസ് ഉണ്ടാക്കാൻ പറ്റുന്നത്, വൃത്തസ്തൂപികകളുടെ എണ്ണമാണ് വേണ്ടത്. നമ്മൾ ഈ സിലിണ്ടറിനെയാണ് ഉരുക്കിയിട്ട് കോൺ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പോൾ സിലിണ്ടർ നമുക്ക് എന്തിന്റെ എണ്ണമാണ് വേണ്ടത്? സ്തൂപികകളുടെ എണ്ണം കാണാൻ വേണ്ടി എന്തിനെയാണോ ഉരുക്കുന്നത് അതിന്റെ വ്യാപ്തത്തിനെ, അതായത് പൈ ഇൻറ്റു 12 ഗുണം 12 ഗുണം 20 എന്താണ് ഉണ്ടാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന? കോണാണ്. അതുകൊണ്ട് അതിന്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എണ്ണം കിട്ടും. അതായത് 1/3 പൈ 4 ഗുണം 4 ഗുണം 5 ഇതുകൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 5നെ 20നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വന്നു? 4 വന്നു അല്ലേ. ഈ 4ഉം 4ഉം കൂടെ വെട്ടിപ്പോവുമല്ലോ. പിന്നെ ഈ 4ഉം ഈ 12ഉം കൂടെ, 12നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3 വന്നല്ലോ. അപ്പൊ ബാക്കി ഈ പയ്യും വെട്ടിപ്പോയല്ലോ. അപ്പൊ ബാക്കി എന്തുണ്ട്? 12 ഗുണം 3 ഡിവൈഡഡ് ബൈ 1/3 എന്നുണ്ട് അല്ലെ. ഇവിടെ ഭിന്നസംഖ്യ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ആ 12 ഗുണം 3 ഇൻറ്റു ഈ ഹരണത്തിനെ, ഈ ഡിവിഷനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കും, ഗുണനമാക്കും. എന്നിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ അല്ലെ, വ്യുൽക്രമം എടുക്കും. അതായത് 3/1 ആക്കി ഗുണിച്ചെഴുതും. അതായത് 3/1 ആക്കി ഗുണിച്ചെഴുതും. അപ്പൊ 12 ഗുണം 3 ഗുണം 3 എന്ന് ഉത്തരവായില്ലേ 108 എണ്ണം നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കോൺസ് ഈക്വൽ ടു 108 എന്ന ആൻസർ കിട്ടി. നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. എ സെക്ടർ ഓഫ് എ സെൻട്രൽ ആംഗിൾ 216 ഈസ് കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 25 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഈസ് റോൾഡ് അപ്പ് ഇൻ ടു എ കോൺ. വാട്ട് ആർ ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അതായത് 216 ഡിഗ്രി കേന്ദ്രകോൺ വരുന്ന 25 സെന്റിമീറ്റർ ആരവുമുള്ള ഒരു വൃത്താംശം വെട്ടിയെടുത്തു. അതിനെ വൃത്തസ്തൂപികയാക്കി അപ്പോൾ ഉണ്ടാകുന്ന പാദത്തിന്റെ ആരവും ഉയരവുമാണ് ചോദിച്ചിരിക്കുന്നത്. 216 എന്ന് വരുമ്പോൾ ഏകദേശം 180 കൂടുതലാണല്ലോ, അർദ്ധവൃത്തത്തിനേക്കാളും വലുതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പടം വരുന്നത്. ഇനി നമുക്ക് അറിയാവുന്നത് എന്താണ്? ഇതിന്റെ റേഡിയസ്, അതായത് ഈ ക്യാപിറ്റൽ ആർ 25 സെന്റിമീറ്റർ ആണ്. അതായത് L ആയിട്ട് വരും അല്ലെ.
അങ്ങനാണെങ്കിൽ സ്മോൾ ലെറ്റർ ആർ കാണുന്ന എങ്ങനെ, ബേസ് റേഡിയസ് കാണുന്ന എങ്ങനെ, ആർ ബൈ ആർ ഈക്വൽ ടു എക്സ് ബൈ 360. സമവാക്യം ഓർക്കുന്നുണ്ടല്ലോ. ആർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റൽ ആർ ആണ് 25. അതായത് സ്ലാൻ ഹൈറ്റ് തന്നെയാണ് അല്ലെ, ചരിവുയരം തന്നെയാണ്. ഇത് രണ്ടും സെയിം ആണ്. ഈക്വൽ ടു എക്സ് 216 ബൈ 360. അപ്പൊ നമുക്ക് എക്സ് കാണാൻ വേണ്ടിയിട്ട് ഈ 25 ഹരിച്ചിരിക്കുന്നതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഗുണനമാവും. അപ്പൊ എത്ര വന്നു, 216 ബൈ 360 ഇൻറ്റു 25 എന്ന് വന്നില്ലേ. ഇവിടെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വന്നു, 5 25, 336 5 7 പ്രാവശ്യം, മിച്ചം 1 വരും, 10 2 പ്രാവശ്യം അല്ലെ. ഇനി 72ഉം 216ഉം രണ്ടും ഇരട്ട സംഖ്യകളാണ്. 72നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ആണ് 216 വരുന്നത്. അപ്പോൾ ഇവിടെ 3 വന്നു. അപ്പോൾ ആൻസർ എത്ര വന്നു, 3 ഗുണം 5 15 സെന്റിമീറ്റർ ആണ് സ്മോൾ ലെറ്റർ ആർ അഥവാ ബേസ് റേഡിയസ് അഥവാ പാദത്തിന്റെ ആരം അല്ലെ. ഇപ്പൊ പാദത്തിന്റെ ആരം കിട്ടിയല്ലോ, 15 സെന്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, അതിന്റെ ഉയരം കൂടെ വേണം അല്ലെ. അതെങ്ങനെയാ കാണുന്നത്, അപ്പൊ ഇവിടെ പാദത്തിന്റെ ആരം 15, ഇത് 15 കിട്ടി. ഈ ഉയരം നമുക്ക് കാണണം. ഈ എല്ലാണ് 25 നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ h കാണണം. അപ്പൊ ഇവിടെ പൈതഗോറസ് തിയറം, പൈതഗോറസ് തത്വം കൊടുക്കുമ്പം 25 സ്ക്വയർ ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ എന്ന് എഴുതാവല്ലോ. അതായത് 625 എന്ന് പറയുന്നത് h സ്ക്വയറിന്റെ കൂടെ 225 കൂട്ടുമ്പോഴാണ്. അല്ലെങ്കിൽ h സ്ക്വയർ എന്ന് പറയുന്നത് 625ൽ നിന്ന് 225 കുറച്ചാൽ മതിയല്ലോ. അപ്പൊ 400 കിട്ടിയല്ലോ. അല്ലെങ്കിൽ h ഈക്വൽ ടു റൂട്ട് ഓഫ് 400 എന്ന് പറയുന്നത് എത്ര വന്നു, 20 സെന്റിമീറ്റർ. അപ്പൊ ഉയരവും കിട്ടിയല്ലോ. ഉയരം എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ, പാദത്തിന്റെ ആരം എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ, ബേസ് റേഡിയസ് 15 സെന്റിമീറ്ററും ഹൈറ്റ് 20 സെന്റിമീറ്റർ എന്ന് കിട്ടിയ. ഇനി നമ്മളോട് ഒരു സംഗതി കൂടി ചോദിച്ചിട്ടുണ്ട്, അതിന്റെ വോളിയം അഥവാ വ്യാപ്തം. വ്യാപ്തം കാണാനുള്ള സമവാക്യം എന്താണ്, 1/3 പൈ ആർ സ്ക്വയർ h. അപ്പൊ ആറും h നമുക്കിപ്പൊ കിട്ടി അല്ലെ. ഇപ്പൊ 1/3 പൈ ഇൻറ്റു ആറ് 15 ആണ്. അപ്പൊ 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ 15 ഗുണം 15 ഇൻറ്റു h 20. 15നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 5 വന്നല്ലോ അല്ലെ. അപ്പൊ ആൻസർ എത്ര വന്നു, 5 ഗുണം 20. 5 ഗുണം 2 10 ആണ്. അപ്പൊ 20 കൊണ്ട് ഗുണിച്ചപ്പം 100. 100 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 1500 പൈ ക്യൂബിക് സെന്റിമീറ്റർ അഥവാ ഘന സെന്റിമീറ്റർ ആണ് ഇതിന്റെ വ്യാപ്തം. മനസ്സിലായല്ലോ. ഇനി 4ാമത്തെ ചോദ്യം ചെയ്യാം. 4ാമത്തെ ചോദ്യം ഇതാണ്, the base radii of two cones are in the ratio 3:5 and their heights are in the ratio 2:3. What is the ratio of their volumes? അതായത് ഇവിടെ 2 കോണുകളുണ്ട് അല്ലെ. അപ്പോൾ ഒന്നാമത്തെ കോണിന്റെ റേഡിയസ് അഥവാ ആരത്തിനെ R1 എന്നും രണ്ടാമത്തേനെ R2 എന്നും എടുക്കുക. അപ്പൊ 2 കോണുകൾ ഉള്ളതുകൊണ്ട് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഒന്നാമത്തേന്റെ R1 എന്നും രണ്ടാമത്തേന്റെ R2 എന്നും എടുക്കാം. 6 ആരമാണല്ലോ അല്ലെ. അപ്പൊ അതിന്റെ അംശബന്ധം തന്നിരിക്കുന്ന എന്താണ്, 3:5 ആണ് അതിന്റെ അംശബന്ധം, ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം. പിന്നെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം, ഉയരത്തിന് h ആണ് ഹൈറ്റ്, അത് ഇപ്പോൾ 2 ഉള്ളതുകൊണ്ട് h1:h2 ഈക്വൽ ടു 2:3, 2:3 എന്ന അംശബന്ധം തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ വോളിയങ്ങളുടെ അംശബന്ധം, വ്യാപ്തങ്ങളുടെ അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. V1:V2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം R1:R2ന്റെ അർത്ഥം എന്താ, R1/R2 ഈക്വൽ ടു 3/5. ഈ H1:H2 എന്ന് പറഞ്ഞാൽ എന്താ, H1/H2 ഈക്വൽ ടു 2/3. ഇനി V1:V2 എന്ന് പറഞ്ഞാൽ എന്താ, V1/V2 ആണ് കാണേണ്ടത്. വ്യാപ്തം അഥവാ വോളിയം കാണാനുള്ള സമവാക്യം എന്താ, 1/3 പൈ ആർ സ്ക്വയർ h അല്ലെ. ഇവിടെ ഒന്നാമത്തതിന്റെ വ്യാപ്തമായതുകൊണ്ട് R1 എന്നും H1 എന്നും കൊടുക്കുന്നു. അതേപോലെ തന്നെ V2 എന്ന് പറഞ്ഞാലും വ്യാപ്തം തന്നെയാണ്, 1/3 പൈ ആർ സ്ക്വയർ h ആണ്. രണ്ടാമത്തെ കോണ്, രണ്ടാമത്തെ സ്തൂപിക ആയതുകൊണ്ട് R2 എന്നും H2 എന്നും കൊടുക്കുന്നു.
അപ്പോൾ 1/3 പൈ ക്യാൻസലായി പോയിട്ട് ബാക്കി എന്ത് വന്നു? r1² ഒന്നിച്ച് എഴുതാവല്ലോ. r1² ഇൻറ്റു h1/h2 എന്ന് എഴുതാവല്ലോ. ഈ r1² എന്ന് പറഞ്ഞാൽ എന്താണ്? r1/r2² ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇൻറ്റു h1/h2, കാരണം നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മുടെ കയ്യിൽ കിടക്കുന്നത് അല്ലേ. അപ്പോൾ r1/r2 എന്ന് പറയുന്നത് 3/5 ആയതുകൊണ്ട് 3/5² എന്ന് എഴുതാവല്ലോ. ഇൻറ്റു h1/h2 2/3 ആണ്. അപ്പോൾ എന്താ 3² എന്ന് പറഞ്ഞാൽ 9/5² 25 ഇൻറ്റു 2/3. 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3 വന്നല്ലോ. അപ്പം 3 × 2 6/25. അല്ലെങ്കിൽ ഈ അംശബന്ധത്തിൽ എഴുതുമ്പോൾ 6:25 എന്ന് എഴുതാം. എന്ത്? v1:v2. v1:v2 എന്ന് പറയുന്നത് 6:25 എന്ന് കിട്ടിയല്ലോ. ഇനി അഞ്ചാമത്തെ ചോദ്യം ചെയ്യാം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. 2 cones have the same volume and their base radii are in the ratio 4:5. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ഹൈറ്റ്സ്? അപ്പോൾ 2 കോണുകളുണ്ട്, 2 സ്തൂപികകളുണ്ട്, വൃത്തസ്തൂപികൾ. അവയുടെ വ്യാപ്തങ്ങൾ തുല്യമാണ്. അപ്പോൾ v1 എന്നും v2 നേരത്തെ എടുത്ത പോലെ എടുത്തു. v1ഉം v2ഉം തുല്യമാണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം, അപ്പോൾ r1:r2 എന്ന് പറയുന്നത് 4:5 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് ചോദിച്ചിരിക്കുന്നത്. h1:h2 ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം v1ഉം v2ഉം തുല്യമാണെങ്കിൽ v1/v2 എന്ത് വരും? രണ്ടും തുല്യമാണ്, സെയിം സംഗതികൾ ഹരിക്കുമ്പോൾ ഉത്തരം എന്ത് വന്നു? 1 വന്നു. ഈ v1 എങ്ങനെ കാണുന്നത്? 1/3 വ്യാപ്തം, വോളിയം. v എന്ന് പറയുന്ന 1/3 πr²h ആണ്. v1 ആയതുകൊണ്ട് r1 എന്നും h1 എന്നും കൊടുത്തു. ബൈ 1/3 πr²h ആണ്. രണ്ടാമത്തേന്റെ വ്യാപ്തം ആയതുകൊണ്ട് താഴെ 2ഉം കൊടുക്കണം. അതെന്ന് പറയുന്ന 1 ആണെന്നല്ല അതിൻ്റെ അർത്ഥം അല്ലെ. 1/3 ആയിട്ട് വെട്ടിപ്പോയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ r1/r2² ഇൻറ്റു h1/h2 എന്ന് പറയുന്ന 1 എന്ന് എഴുതാവല്ലോ അല്ലെ. അപ്പൊ r1/r2 എന്ന് പറയുന്ന 4/5 അല്ലേ. അപ്പൊ 4/5² ഇൻറ്റു h1/h2 നമുക്ക് അറിയത്തില്ല, അതാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1 എന്ന് എഴുതാവല്ലോ. അപ്പൊ 4ന്റെ സ്ക്വയർ 16 ബൈ 5ന്റെ സ്ക്വയർ 25 ഇൻറ്റു h1/h2 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പൊ h1/h2 നമുക്ക് മതി അല്ലെ. അപ്പൊ ഈ ഹരിച്ചിരിക്കുന്ന 25 അപ്പുറത്ത് പോകുമ്പോൾ ഗുണനമാവും. 1 ഗുണം 25 എന്ന് പറഞ്ഞാൽ 25 തന്നെ. ഗുണിച്ചിരിക്കുന്ന 16 ഇപ്പുറത്ത് വരുമ്പം ഹരണമാവും. അപ്പൊ 25/16 എന്ന് കിട്ടിയല്ലോ. അല്ലെങ്കിൽ h1:h2 എന്ന് പറയുന്നത് 25:16 എന്ന് കിട്ടി. ഇതാണല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം. 25:16 ആൻസർ കിട്ടി. അപ്പൊ എല്ലാ ചോദ്യങ്ങളും എഴുതി പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി.